ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയുടെ പേര് ക്രേസി സിസ്റ്റേഴ്സ്. രണ്ട് സഹോദരിമാർ തമ്മിലുള്ള രസകരമായ ഒരു ചെറിയ കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഥയുടെ ഫസ്റ്റ് പോയിന്റ്, വൃന്ദയും മേയും വളരെ സ്നേഹമുള്ള സഹോദരിമാരാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. വൃന്ദ ആൻഡ് മിയ. വൃന്ദ ആൻഡ് മിയ നമ്മളിവിടെ ആറാണ് യൂസ് ചെയ്തത്. കാര്യം എന്താ, വൃന്ദയും മിയയും രണ്ട് പേരുണ്ട്. അപ്പം ഒരാളാണെങ്കിൽ നമുക്ക് ആറ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ രണ്ട് പേരായതുകൊണ്ടാണ് നമ്മളിവിടെ ആറ് യൂസ് ചെയ്തത്. പിന്നെ വേറൊരു കാര്യം ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, സഹോദരിമാർ ആണ്. അപ്പം ആ സഹോദരിമാർ ആയിരുന്നു എന്നല്ല. അപ്പോൾ ആയിരുന്നു എന്നാണെങ്കിൽ നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യായിരുന്നു, വൃന്ദ ആൻഡ് മിയ വേർ. കാര്യം ആയിരുന്നു എന്നത് ഒരു കഴിഞ്ഞു പോയ കാര്യമായുണ്ട്. ഇവിടെ ഇപ്പോഴത്തെ ഒരു കാര്യമാണ് പറയുന്നത്, സഹോദരിമാരാണ്, അതുകൊണ്ടാണ് നമ്മൾ ആറ് യൂസ് ചെയ്ത്. പിന്നെ വേറൊരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, വൃന്ദ ആൻഡ് മിയ രണ്ട് പേരുണ്ട്. ഇപ്പോൾ വൃന്ദ മാത്രമാണെങ്കിൽ ഒരിക്കലും നമുക്ക് ആറ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണിത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, വൃന്ദ ആൻഡ് മിയ ആർ വളരെ വളരെ സ്നേഹമുള്ള. അപ്പോൾ വളരെക്ക് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, വെരി. വൃന്ദ ആൻഡ് മിയ ആർ വെരി, വളരെ വെരി. അപ്പോൾ സ്നേഹമുള്ള. അപ്പം നമുക്ക് പറയാം, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇപ്പം സ്നേഹമുള്ള എന്നുള്ളതിന് നമ്മൾ ലവിങ് എഴുതാം. വൃന്ദ ആൻഡ് മിയ ആർ വെരി ലവിങ് സിസ്റ്റേഴ്സ്. അപ്പം എങ്ങനെ നമ്മൾ എഴുതിയത്, വൃന്ദയും മിയയും വളരെ സ്നേഹമുള്ള സഹോദരിമാരാണ്. വൃന്ദ ആൻഡ് മിയ ആർ വെരി ലവിങ് സിസ്റ്റേഴ്സ്. നമുക്ക് ഒന്നിച്ചൊന്നും കൂടെ പറയാം, വൃന്ദ ആൻഡ് മിയ ആർ വെരി ലവിങ് സിസ്റ്റേഴ്സ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഒരു ദിവസം അവർ പൂന്തോട്ടത്തിൽ വെള്ളം ഒഴിക്കാൻ പോയി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഒരു ദിവസം, വൺ ഡേ. അവർ എന്ന് വെച്ചാൽ എന്താ, ദേ. പൂന്തോട്ടം നമുക്ക് ഗാർഡൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഒരു ദിവസം അവർ പൂന്തോട്ടത്തിൽ വെള്ളം ഒഴിക്കാൻ പോയി. അപ്പം വൺ ഡേ. അപ്പം അവർ എന്ന് വെച്ചാൽ ദേ. വൺ ഡേ. അപ്പം പോയി എന്നാണ്. അപ്പോൾ പോയി എന്ന് പറയുമ്പോൾ ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ പോവുക എന്ന് വെച്ചാൽ എന്താ, ഗോ. അപ്പോൾ ഇവിടെ പോയി എന്നായതുകൊണ്ട് നമ്മൾ ഗോയുടെ പാസ്റ്റ് ഫോം എഴുതണം. അപ്പം ഗോയുടെ എന്ത് പാസ്റ്റ് ഫോമോ, ഗോയ്ക്ക് ഓൾറെഡി 3 ഫോംസ് ഉണ്ട്, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അപ്പം നമുക്ക് അറിയാം. ഇവിടെ ജസ്റ്റ് ഞാൻ ബ്രാക്കറ്റിൽ എഴുതാം. ഇവിടെ എഴുതാം, ഗോയ്ക്ക് എത്ര ഫോംസാണ് ഉള്ളത്, 3 ഫോംസ്. ഗോ, വെൻറ്റ്, ഗോൺ. അപ്പം നമ്മളിവിടെ ഏതാണ് എഴുതാൻ പോകുന്നത്, വൺ ഡേ, വെൻറ്റ്. നമ്മൾ വെൻറ്റ് ആണ് എഴുതാൻ പോകുന്നത്. വെൻറ്റ് എഴുതി. വൺ ഡേ ദേ വെൻറ്റ് ടു വാട്ടർ ദ ഗാർഡൻ. ഇതൊരു സിമ്പിൾ ആയിട്ടൊരു സെൻറ്റൻസ് ആണ്. വൺ ഡേ ദേ വെൻറ്റ് ടു വാട്ടർ ദ ഗാർഡൻ. ഒരു ദിവസം അവർ പൂന്തോട്ടത്തിൽ വെള്ളം ഒഴിക്കാൻ പോയി. അപ്പം നമുക്ക് ഒന്നിച്ച് പറയാം. അപ്പം ഒരു ദിവസം അവർ പൂന്തോട്ടത്തിൽ വെള്ളം ഒഴിക്കാൻ പോയി. വൺ ഡേ ദേ വെൻറ്റ് to water the garden. One day they went to water the garden. അപ്പം ഞാൻ പറഞ്ഞു, ഈ വെൻറ്റ് എന്നുള്ളത് ഗോയുടെ പാസ്റ്റ് ഫോമാണ് വെൻറ്റ്. അപ്പം ഗോയ്ക്ക് എത്ര ഫോംസ് ഉണ്ട്, 3 ഫോംസ് ഉണ്ട്. ഗോ, വെൻറ്റ്, ഗോൺ. അപ്പം നമ്മൾ സെക്കൻഡ് ഫോമാണ് എഴുതിയിരിക്കുന്നത്. ഗോയുടെ സെക്കൻഡ് ഫോമാണ് നമ്മളിവിടെ എഴുതിയത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. പിന്നെ ഈ ഒരു സെൻറ്റൻസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇത് ഇപ്പോഴത്തെ കാര്യമല്ല, അവർ കഴിഞ്ഞു പോയ കാര്യമാണ് പറയുന്നത്, പോയി. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചേഞ്ചാണ് വരുത്തിയത്, ഇതൊരു പാസ്റ്റ് ഫോം ആക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല. ആകെ ഈ ഗോയെ നമ്മൾ വെൻറ്റാക്കി, വേറെ ഒരു ചേഞ്ചും ഇല്ല. വൺ ഡേ ദേ വെൻറ്റ് ടു വാട്ടർ ദ ഗാർഡൻ. അപ്പം വൺ ഡേ ദേ വെൻറ്റ് ടു വാട്ടർ ദ ഗാർഡൻ. അപ്പം ആകെ ഒരു ചേഞ്ച് വരുത്തിയിരിക്കണം, ഈ വെൻറ്റ് എന്നുള്ളതാണ്. ഗോയെ നമ്മൾ വെൻറ്റാക്കി. അപ്പം നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, വൃന്ദ വെള്ളത്തിൻ്റെ പൈപ്പ് ഓണാക്കി. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പം വെള്ളത്തിൻ്റെ പൈപ്പ് ഓണാക്കിക്ക് നമുക്ക് എങ്ങനെ പറയാം, ടേൺഡ് ഓൺ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് സ്വിച്ച്ഡ് ഓൺ എന്ന് പറയാം. നമ്മൾ എങ്ങനെ എഴുതാൻ നോക്കാം. വൃന്ദ ടേൺഡ്, ഞാനിവിടെ ടേൺഡ് ഓൺ എന്നാണ് എഴുതാൻ പോകുന്നത്. വൃന്ദ ടേൺഡ് ഓൺ, TURNED. വൃന്ദ ടേൺഡ് ഓൺ ദ വാട്ടർ പൈപ്പ്. വൃന്ദ ടേൺഡ് ഓൺ ദ വാട്ടർ പൈപ്പ്. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ ടേൺഡ് ഓൺ എന്ന് പകരം നമുക്ക് സ്വിച്ച്ഡ് ഓൺ എന്ന് എഴുതാം. അപ്പോൾ സ്വിച്ച്ഡ് ഓണിൻ്റെ സ്പെല്ലിംഗ് ഞാൻ ജസ്റ്റ് ബ്രാക്കറ്റിൽ എഴുതിയേക്കാം. ഞാനിവിടെ ടേൺഡ് ഓൺ എന്ന് എഴുതിയുള്ളൂ, പക്ഷേ നമുക്ക്
സ്വിച്ച്ഡ് ഓൺ എന്നും എഴുതാം. സ്വിച്ച്ഡ് SWITCHED. അപ്പം നമുക്ക് ഒന്നിച്ച് പറയാം. വൃന്ദ വെള്ളത്തിൻ്റെ പൈപ്പ് ഓണാക്കി. വൃന്ദ ടേൺഡ് ഓൺ ദ വാട്ടർ പൈപ്പ്. വൃന്ദ അല്ലെങ്കിൽ വൃന്ദ സ്വിച്ച്ഡ് ഓൺ ദ വാട്ടർ പൈപ്പ്. അപ്പം എങ്ങനെയാ? വൃന്ദ വെള്ളത്തിൻ്റെ പൈപ്പ് ഓൺ ആക്കി. വൃന്ദ ടേൺഡ് ഓൺ ദ വാട്ടർ പൈപ്പ് ഓർ വൃന്ദ സ്വിച്ച്ഡ് ഓൺ ദ വാട്ടർ പൈപ്പ്. അപ്പം നമുക്ക് ഇംഗ്ലീഷ് പല രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ ഞാൻ ജസ്റ്റ് ഈ രണ്ട് വേർഡ് യൂസ് ചെയ്തിട്ടേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ കുറേ രീതികളിൽ എഴുതാം. പക്ഷേ ഇത് ഞാൻ ഏറ്റവും സിമ്പിളായിട്ടൊരു സെൻറ്റൻസാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, അവർ പൂന്തോട്ടത്തിൽ വെള്ളം ഒഴിക്കുകയായിരുന്നു, പക്ഷേ പൈപ്പ് ഓഫാക്കാൻ കഴിഞ്ഞില്ല. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. ദേ പൂന്തോട്ടം എന്ന് വെച്ചാൽ എന്താ? ഗാർഡൻ. അപ്പം വെള്ളം ഒഴിക്കുകയായിരുന്നു. അപ്പം ഇവിടെ ആയിരുന്നു എന്നാണ്. അപ്പം നമ്മൾ ഇവിടെ അവരും വരുന്നുണ്ട്, ആയിരുന്നുവും വരുന്നുണ്ട്. അപ്പം നമുക്ക് വേർ യൂസ് ചെയ്തിട്ട് എഴുതാം. പിന്നെന്താ? പക്ഷേ പൈപ്പ് ഓഫാക്കാൻ കഴിഞ്ഞില്ല. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ദേ വേർ. കണ്ടോ? ദേയുടെ കൂടെ അവർ ആയിരുന്നു, ഒഴിക്കുകയായിരുന്നു. അപ്പോൾ ദേ വന്നുകൊണ്ടാണ് ഇവിടെ വേർ യൂസ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞൊരു കാര്യം നമുക്ക് വാസ് യൂസ് ചെയ്തിട്ട് എഴുതായിരുന്നു. അപ്പം ഇവിടെ ഹീ ആയിരുന്നെങ്കിലോ ഷീ ഒക്കെ ആയിരുന്നെങ്കിൽ, ഹിയോ ഷിയോ ആയിരുന്നെങ്കിൽ നമുക്കിവിടെ വാസ് യൂസ് ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ ദേ അവർ എന്ന് വെച്ചാൽ കുറേ പേരുണ്ട്, ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ്. ഹിയും ഷിയൊക്കെ സിംഗുലർ സബ്ജക്റ്റാണ്. അപ്പം ഇവിടെ ദേ ആയതുകൊണ്ടാണ് നമ്മളിവിടെ വേർ യൂസ് ചെയ്തു. ദേ വേർ വാട്ടറിങ് ദ ഗാർഡൻ. അവർ പൂന്തോട്ടത്തിൽ വെള്ളം ഒഴിക്കുകയായിരുന്നു. അപ്പം ദേ വേർ വാട്ടറിങ് ദ ഗാർഡൻ, പക്ഷേ പൈപ്പ് ഓഫാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഉള്ളതിന് നമ്മൾ ബട്ട് എഴുതി. പക്ഷേ പൈപ്പ് ഓഫാക്കാൻ കഴിഞ്ഞില്ല. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ബട്ട് ദ പൈപ്പ് നമുക്കിവിടെ എഴുതാം. did not turn off. off. അപ്പം they were watering the garden but the pipe did not turn off. അപ്പം നമുക്കിവിടെ did notന് പകരം നമുക്ക് would not യൂസ് ചെയ്യാം. WOULD. അപ്പം ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് did not ആണ്. അപ്പം നമുക്ക് എങ്ങനെ നമ്മൾ എഴുതി നോക്കാം. നമുക്ക് ഒന്നിച്ച് പറഞ്ഞു നോക്കാം. they were watering the garden but the pipe did not turn off. അവർ പൂന്തോട്ടത്തിൽ വെള്ളം ഒഴിക്കുകയായിരുന്നു, പക്ഷേ പൈപ്പ് ഓഫാക്കാൻ കഴിഞ്ഞില്ല. ബട്ട് ദ പൈപ്പ് ഡിഡ് നോട്ട് ടേൺ ഓഫ്. അപ്പം ആദ്യത്തെ സെൻറ്റൻസ് എങ്ങനെയാണ്? അവർ പൂന്തോട്ടത്തിൽ വെള്ളം ഒഴിക്കുകയായിരുന്നു. ദേ വേർ വാട്ടറിങ് ദ ഗാർഡൻ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് വേർ വന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇവിടെ രണ്ട് ദേ വന്നുകൊണ്ടാണ്. ദേ ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട്. അപ്പം ദേ വേർ വാട്ടറിങ് ദ ഗാർഡൻ, പക്ഷേ പൈപ്പ് ഓഫാക്കാൻ കഴിഞ്ഞില്ല. But the pipe did not turn off. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, വെള്ളം ശക്തമായി ചീറ്റാൻ തുടങ്ങി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പം ഇവിടെ ശക്തമായി എന്നാണ്. അപ്പം ശക്തമായി എന്നുള്ളതിന് നമുക്ക് സ്ട്രോങ്ലി എന്ന് പറയാം. നമ്മൾ പറയില്ല നല്ല ശക്തിയുണ്ട്, ശക്തി. അപ്പം നമുക്ക് സ്ട്രോങ്. അപ്പം ഇവിടെ നമ്മൾ ശക്തമായി എന്നാണ്, നമുക്ക് സ്ട്രോങ്ലി എന്ന് ഉപയോഗിച്ച് എഴുതാം. അപ്പം ചീറ്റാൻ തുടങ്ങി. അപ്പോൾ ചീറ്റുക എന്ന് വെച്ചാൽ എന്താ? സ്പ്രേ. അപ്പം തുടങ്ങുക എന്ന് വെച്ചാൽ സ്റ്റാർട്ട്. അപ്പോൾ ഇവിടെ തുടങ്ങി എന്നാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ദ വാട്ടർ. അപ്പം തുടങ്ങി. അപ്പം നമുക്ക് എങ്ങനെ പറയാം? തുടങ്ങി എന്ന് വെച്ചാൽ ദ വാട്ടർ സ്റ്റാർട്ട്. നമ്മൾ തുടങ്ങുക എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു സ്റ്റാർട്ടാണ്. അപ്പം ഇവിടെ തുടങ്ങി എന്നാണ്ട് ഞാൻ സ്റ്റാർട്ടിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കുന്നു. ഇ ഡി യൂസ് ചെയ്തിട്ട് നമ്മൾ പാസ്റ്റ് ഫോം ആക്കുന്നു. അപ്പം ദ വാട്ടർ സ്റ്റാർട്ടഡ് ചീറ്റാൻ തുടങ്ങി. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ചീറ്റുക എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞായിരുന്നു സ്പ്രേ എന്നാണ്. അപ്പം നമ്മൾ ചീറ്റാൻ തുടങ്ങി എന്നാണ്ട് നമ്മൾ ING യൂസ് ചെയ്യുന്നു. സ്പ്രേയുടെ കൂടെ ING ആഡ് ചെയ്തു. സ്പ്രേയിങ് എന്നായി. സ്പ്രേയിങ്. ദ വാട്ടർ സ്റ്റാർട്ടഡ് സ്പ്രേയിങ്. ശക്തമായി. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? സ്ട്രോങ്ലി. ദ വാട്ടർ സ്റ്റാർട്ടഡ് സ്പ്രേയിങ് സ്ട്രോങ്ലി. വെള്ളം ശക്തമായി ചീറ്റാൻ തുടങ്ങി. ദ വാട്ടർ സ്റ്റാർട്ടഡ് സ്പ്രേയിങ് സ്ട്രോങ്ലി. അപ്പം നമുക്ക് ഒന്നും കൂടെ പറയാം. ഇങ്ങനെയാ വെള്ളം ശക്തമായി ചീറ്റാൻ തുടങ്ങി. ദ വാട്ടർ സ്റ്റാർട്ടഡ് സ്പ്രേയിങ് സ്ട്രോങ്ലി. നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, അവർ കുറേ നേരം പൈപ്പ് നിർത്താൻ ശ്രമിച്ചു,
പക്ഷേ അവർ മുഴുവൻ നനഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവർ എന്ന് വെച്ചാൽ ദേ, കുറേ നേരം, ലോങ് ടൈം. അപ്പം നിർത്താൻ, അപ്പം നിർത്തുക എന്ന് വെച്ചാൽ എന്താ? സ്റ്റോപ്പ്. അപ്പോൾ ശ്രമിച്ചു, അപ്പോൾ ശ്രമിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ട്രൈ. പക്ഷേ പക്ഷേ അവർ മുഴുവൻ നനഞ്ഞു. അപ്പം അവർ ദേ മുഴുവൻ നനഞ്ഞു. അപ്പം മുഴുവൻ എന്നുള്ളത് നമുക്കിവിടെ കംപ്ലീറ്റ്ലി എന്ന് എഴുതാം. അപ്പം നനയുക എന്ന് വെച്ചാൽ എന്താ? വെറ്റ്. അപ്പോൾ ഇവിടെ നനഞ്ഞു എന്നാണ്, ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യമാണ് പറയണത്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അവർ കുറേ നേരം പൈപ്പ് നിർത്താൻ ശ്രമിച്ചു, പക്ഷേ അവർ മുഴുവൻ നനഞ്ഞു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ദേ ശ്രമിക്കുക എന്ന് വെച്ചാൽ ട്രൈ. ശ്രമിക്കുക എന്ന് വെച്ചാൽ ട്രൈ. അപ്പോൾ ഇവിടെ ശ്രമിച്ചു എന്നാണ്. അപ്പം നമുക്ക് ട്രൈഡ് എന്ന് എഴുതാം. നമ്മൾ ട്രൈയെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് നമ്മൾ ട്രൈഡ് എന്നാക്കി. ട്രൈഡ്. അപ്പം എന്തായാലും നമ്മൾ ദേ ട്രൈഡ്, കുറേ നേരം എന്നുണ്ടല്ലോ. അപ്പോൾ ദേ ട്രൈഡ് ഫോർ എ ലോങ് ടൈം. കുറേ നേരത്തിന് നമുക്ക് ലോങ് ടൈം എന്ന് എഴുതാം. ദേ ട്രൈഡ് ഫോർ എ ലോങ് ടൈം. പിന്നെ എന്താ, എന്തിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്ത്? സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, വാട്ടർ നിർത്താൻ വേണ്ടിയിട്ട്. അപ്പം നിർത്തുക. അപ്പം നിർത്തുക എന്ന് വെച്ചാൽ സ്റ്റോപ്പ്. ടു സ്റ്റോപ്പ് ദ പൈപ്പ് നിർത്താൻ. ഇവിടെ ഇരിക്കണം എങ്ങനെയാണ്? നിർത്താൻ ശ്രമിച്ചു. അവർ കുറേ നേരം പൈപ്പ് നിർത്താൻ ശ്രമിച്ചു എന്നാണ്. ടു സ്റ്റോപ്പ് ദ പൈപ്പ്. അപ്പം നമ്മളിവിടെ പൈപ്പ് എന്ന് എഴുതി. ടു സ്റ്റോപ്പ് ദ പൈപ്പ്. പിന്നെന്താ? പക്ഷേ അവർ മുഴുവൻ നനഞ്ഞു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ബട്ട് ദേ. അപ്പം എങ്ങനെ? മുഴുവൻ. അപ്പം മുഴുവൻ എന്നുള്ളത് നമുക്ക്, പിന്നെ അതിന് മുമ്പ് നമുക്ക് ഇവിടെ ദേ എന്ന് വെച്ചാൽ അവരല്ലേ. അപ്പം അവർ മുഴുവൻ നനഞ്ഞു എന്നാണ്. അപ്പം ഓൾറെഡി നനഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ നമുക്ക് ബട്ട് ദേ കംപ്ലീറ്റ്ലി വെറ്റ് എന്ന് എഴുതാൻ പറ്റില്ല. ആ ദേയുടെ ഇടയ്ക്ക് നമുക്കൊരു കാര്യം യൂസ് ചെയ്യണം. എന്താ? നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, ബട്ട് ദേ വെയർ യൂസ് ചെയ്തു. കാര്യം എന്താ? വെയർ ഓൾറെഡി ഇതൊരു കഴിഞ്ഞു പോയ സംഭവമാണ്. പിന്നെ അത് മാത്രമല്ല, ദേ എന്ന് വെച്ചാൽ അവർ, കുറേ പേരുണ്ട്, ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെയർ യൂസ് ചെയ്തു. ബട്ട് ദേ വെയർ, കാണാൻ കഴിയുന്നുണ്ടോ? ഓക്കെ. ബട്ട് ദേ വെയർ കംപ്ലീറ്റ്ലി എന്ന് വെച്ചാൽ മുഴുവൻ. ഞാൻ ഇവിടെ എഴുതുന്നത് കംപ്ലീറ്റ്ലി. നമുക്ക് വേണമെങ്കിൽ വേറെ കുറേ വേർഡ്സ് എഴുതാം, പക്ഷെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി എന്നാണ്. അപ്പം നിങ്ങൾക്കിവിടെ കംപ്ലീറ്റ്ലി ഫുൾ എഴുതാൻ പറ്റുന്നില്ല, ഇവിടെ എഴുതാം. ഓക്കെ. കംപ്ലീറ്റ്ലി. ബട്ട് ദേ വെയർ കംപ്ലീറ്റ്ലി എങ്ങനെയായിരുന്നത്? വെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നനഞ്ഞു. വെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നനഞ്ഞു. അപ്പോൾ ഇവിടെ പറയണ നനഞ്ഞു എന്നാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ബട്ട് ദേ വെയർ യൂസ് ചെയ്ത് കഴിഞ്ഞു, നനഞ്ഞു എന്നുള്ളത്. അപ്പം വെറ്റ് നമ്മളിവിടെ എഴുതി. വെറ്റ് എന്ന് വെച്ചാൽ നനയുക. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? ദേ ട്രൈഡ് ഫോർ എ ലോങ് ടൈം ടു സ്റ്റോപ്പ് ദ പൈപ്പ് ബട്ട് ദേ വെയർ കംപ്ലീറ്റ്ലി വെറ്റ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതി നമുക്ക് നോക്കാം. They tried for a long time to stop the pipe, but they were completely wet. അവർ കുറേ നേരം പൈപ്പ് നിർത്താൻ ശ്രമിച്ചു, പക്ഷേ അവർ മുഴുവൻ നനഞ്ഞു. അപ്പം ആദ്യത്തെ സെൻറ്റൻസ് എന്താ? അവർ കുറേ നേരം പൈപ്പ് നിർത്താൻ ശ്രമിച്ചു. അപ്പം ദേ ട്രൈഡ് ഫോർ എ ലോങ് ടൈം ടു സ്റ്റോപ്പ് ദ പൈപ്പ്, അതൊരു സെൻറ്റൻസായി. അപ്പം പിന്നുള്ളത് പക്ഷേ അവർ മുഴുവൻ നനഞ്ഞു. ബട്ട് ദേ വെയർ കംപ്ലീറ്റ്ലി വെറ്റ്. അപ്പം ഈ രണ്ട് സെൻറ്റൻസ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. ഇനി അറിയാത്ത ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എന്താ ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ട്രൈഡ് യൂസ് ചെയ്ത പാസ്റ്റ് ഫോം ആക്കി? കാര്യം അവർ കുറേ നേരം പൈപ്പ് നിർത്താൻ ശ്രമിച്ചു. അപ്പോൾ അതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ട്രൈഡ് എന്നാക്കിയത്. വേറെ ആ ഒരു സെൻറ്റൻസ് നമ്മൾ വേറെ ചേഞ്ച് വരുത്തിയിട്ടില്ല. പിന്നെ നമ്മൾ ഈ ഒരു നെക്സ്റ്റ് സെൻറ്റൻസ് പറഞ്ഞാൽ പക്ഷേ അവർ മുഴുവൻ നനഞ്ഞു, അതാണ് രണ്ടാമത്തെ സെൻറ്റൻസ്. അപ്പോൾ അവിടെ നമ്മൾ ചേഞ്ച് വരുത്തി എന്താ? അപ്പം അവിടെ ദേ വെയർ, നമ്മൾ വെയർ യൂസ് ചെയ്തു. കഴിഞ്ഞു പോയൊരു കാര്യമാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ വെയർ യൂസ് ചെയ്തു. ദേ വെയർ കംപ്ലീറ്റ്ലി വെറ്റ്. അപ്പം ഇവിടെ ദേ ആർ കംപ്ലീറ്റ്ലി വെറ്റ് എന്ന ആറായിരുന്നെങ്കിൽ നമുക്കതൊരു കഴിഞ്ഞു പോയ കാര്യമല്ല, ഒരു പ്രസൻറ്റ് ടെൻ ഇപ്പോഴും നടക്കുന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കണം എങ്ങനെ? പക്ഷേ അവർ മുഴുവൻ നനഞ്ഞു. അപ്പം കഴിഞ്ഞു പോയ കാര്യമാണ് കേൾക്കാൻ വേണ്ടി നമുക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വെയർ യൂസ് ചെയ്തു. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻറ്റ്, അവർ രണ്ട് പേരും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവർ ദേ. ഇപ്പോൾ രണ്ട് പേരും എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? ബോത്ത് ഓഫ് ദം എന്ന് പറയാം. പിന്നെ അത് കൂടാതെ നമുക്ക് ദേ ബോത്ത് എന്നും പറയാം. നെക്സ്റ്റ് പോയിൻറ്റ്, അവർ രണ്ട് പേരും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി.
നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവർ, ദേ. രണ്ട് പേരും എന്നുള്ളതിന് നമുക്ക് ബോത്ത് ഓഫ് ദം എന്നും നമുക്ക് പറയാം. അതുകൂടാതെ നമുക്ക് പറയാം ദേ ബോത്ത് എന്നും നമുക്ക് പറയാം. ഉറക്കെ, ഉറക്കെ എന്ന് വെച്ചാൽ എന്താ? ലൗഡ്ലി. ചിരിക്കുക, ലാഫ്. തുടങ്ങുക, സ്റ്റാർട്ട്. ഇവിടെ തുടങ്ങി എന്നാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതണം. അപ്പം അവർ രണ്ട് പേരും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പോൾ ഇവിടെ ഞാൻ ബോത്ത് ഓഫ് ദം എന്നാണ് എഴുതുന്നത്. ബോത്ത് ഓഫ് ദം, ഞാൻ പറഞ്ഞു ബോത്ത് ഓഫ് ദം അല്ലെങ്കിൽ നമുക്ക് ദേ ബോത്ത് എന്നും എഴുതാം. ഇവിടെ ഞാൻ എഴുതുന്നത് ബോത്ത് ഓഫ് ദം എന്നാണ്. എനിക്കത് കുറച്ചും കൂടി സിമ്പിളായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അത് എഴുതുന്നത്. ബോത്ത് ഓഫ് ദം. അപ്പം തുടങ്ങുക, തുടങ്ങുക എന്ന് വെച്ചാൽ എന്താ? സ്റ്റാർട്ട്. അപ്പം ഇവിടെ തുടങ്ങി എന്നാണ്. അപ്പം നമുക്ക് ബോത്ത് ഓഫ് ദം ED യൂസ് ചെയ്യാം. ബോത്ത് ഓഫ് ദം സ്റ്റാർട്ടഡ്, ബോത്ത് ഓഫ് ദം സ്റ്റാർട്ടഡ്. അപ്പോൾ ചിരിക്കുക, ചിരിക്കുക എന്ന് വെച്ചാൽ എന്താ? ലാഫ്. അപ്പം ഇവിടെ എങ്ങനെയാണ് നമ്മൾ എഴുതാൻ പോണേ? നമ്മുടെ LAUGH, ലാഫ്. അപ്പം ലാഫിനെ നമ്മൾ ING യൂസ് ചെയ്ത് ലാഫിംഗ് എന്നാക്കുന്നു. ബോത്ത് ഓഫ് ദം സ്റ്റാർട്ടഡ് ലാഫിംഗ്. അപ്പോൾ ഉറക്കെ, ഉറക്കെ എന്നുള്ളത് നമ്മൾ എന്താ പറയുക? ലൗഡ്. അപ്പം നമ്മളെങ്ങനെ എഴുതുന്നത്? ലൗഡ്ലി. ബോത്ത് ഓഫ് ദം സ്റ്റാർട്ടഡ് ലാഫിംഗ് ലൗഡ്ലി. അവർ രണ്ട് പേരും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ബോത്ത് ഓഫ് ദം സ്റ്റാർട്ടഡ് ലാഫിംഗ് ലൗഡ്ലി. നമുക്ക് ഒന്നും കൂടെ പറയാം. അവർ രണ്ട് പേരും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ബോത്ത് ഓഫ് ദം സ്റ്റാർട്ടഡ് ലാഫിംഗ് ലൗഡ്ലി. അപ്പം നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഉറങ്ങിക്കിടന്ന നായയുടെ മുകളിലും വെള്ളം വീണു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഉറങ്ങുക എന്ന് വെച്ചാൽ എന്താ? സ്ലീപ്പ്. അപ്പം മുകളിൽ വെള്ളം വീണു. അപ്പം നമുക്ക് എങ്ങനെ പറയാം? അപ്പോൾ വീഴുക, വീഴുക എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? വീഴുക, ഫോൾ. അപ്പം ഇവിടെ വീണു എന്നാണ്. അപ്പം നമ്മൾ ഫോളിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. അപ്പം എങ്ങനെ നമുക്കൊന്ന് നോക്കാം. ഉറങ്ങിക്കിടന്ന നായയുടെ മുകളിലും വെള്ളം വീണു. അപ്പം വാട്ടർ, വാട്ടർ. അപ്പം വീഴുക, വീഴുക എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഫോൾ, ഫോൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വീണു എന്നായിട്ട് നമ്മൾ ഫോളിൻ്റെ പാസ്റ്റ് ഫോം ഫെൽ എഴുതുന്നു. വാട്ടർ ഫെൽ. എവിടെ വീണേ? നായയുടെ മുകളിൽ, ഉറങ്ങിക്കിടന്ന നായയുടെ മുകളിൽ. അപ്പം വാട്ടർ ഫെൽ ഓൺ ദ. അപ്പം മുകളിൽ എന്നുള്ളത് നമ്മളിവിടെ ഓൺ ദ യൂസ് ചെയ്തു. വാട്ടർ ഫെൽ ഓൺ ദ. ഇവിടെ എഴുതാം ഉറങ്ങിക്കിടന്ന, സ്ലീപ്പിംഗ് ഡോഗ്. അപ്പം ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഉറങ്ങിക്കിടന്ന നായയുടെ മുകളിലും. അപ്പം ഓൾറെഡി അവിടെയൊക്കെ ഫോണിൽ വെള്ളമായി. അപ്പോൾ അതിൻ്റെ കൂടാതെ ഈ ഉറങ്ങിക്കിടന്ന നായയുടെ മുകളിലുമായി. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ആസ് വെൽ യൂസ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. സിമ്പിൾ ഒരു സംസാരിക്കാൻ പറ്റിയ രീതിയിലാണ് ഞാൻ എഴുതുന്നത്. ആസ് വെൽ. അപ്പം വാട്ടർ ഫെൽ ഓൺ ദ സ്ലീപ്പിംഗ് ഡോഗ് ആസ് വെൽ. ഉറങ്ങിക്കിടന്ന നായയുടെ മുകളിലും വെള്ളം വീണു. വാട്ടർ ഫെൽ ഓൺ ദ സ്ലീപ്പിംഗ് ഡോഗ് ആസ് വെൽ. ഇവിടെ ആസ് വെൽ യൂസ് ചെയ്യാൻ കാരണം നമ്മളിതൊരു കഥയാണ് പഠിക്കണത്. അപ്പം തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു വെള്ളം അവിടെ കുറേ സ്ഥലത്ത് വെള്ളം നിർത്താൻ പറ്റാത്ത വെള്ളം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്, അത് കൂടാതാണ് ഈ ഡോഗിൻ്റെ മണ്ടയിൽ വീഴുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആസ് വെൽ യൂസ് ചെയ്തത്. അപ്പം വാട്ടർ ഫെൽ ഓൺ ദ സ്ലീപ്പിംഗ് ഡോഗ് ആസ് വെൽ. ഉറങ്ങിക്കിടന്ന നായയുടെ മുകളിലും വെള്ളം വീണു. നമുക്ക് ഈ ഒരു സെൻറ്റൻസ് പല രീതികളിൽ എഴുതാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് തോന്നിയ രീതിയിലാണ് ഞാനിവിടെ എഴുതിയത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അതിന് മുമ്പ് എനിക്കൊരു കാര്യം എഴുതാനുള്ളത്, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഫെൽ. അപ്പം ഈ ഫാളിൻ്റെ പാസ്റ്റ് ഫോമാണ് ഫെൽ. അപ്പം ഈ ഫാളിൽ 3 ഫോംസ് ഉണ്ട്. ആ ഒരു 3 ഫോംസ് ഇവിടെ എഴുതിയേക്കാം, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഫാൾ, ഈ ഫാളിൻ്റെ പാസ്റ്റ് ഫോമാണ് നമ്മളിവിടെ എഴുതിയത് ഫെൽ. അപ്പം ഫാൾ, ഫെൽ. തേർഡ് ഫോം എന്താ? അപ്പം നമ്മളിവിടെ എഴുതിയത് സെക്കൻഡ് ഫോമാണ്. ഫാൾ, ഫെൽ. ഫെല്ലാണ് നമ്മൾ കാര്യം, സെക്കൻഡ് ഫോമാണ് നമ്മളിവിടെ എഴുതിയത്. തേർഡ് ഫോം എന്ന് വെച്ചാൽ ഫാളൻ. അപ്പം ഫാൾ, ഫെൽ, ഫാളൻ. അതിൽ സെക്കൻഡ് ഫോമാണ് നമ്മളിവിടെ എഴുതിയത്. അപ്പം നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നായ ഉണർന്ന് ചുറ്റിക്കറങ്ങി ഓടാൻ തുടങ്ങി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അപ്പോൾ ഉണരുക. അപ്പോൾ ഉണരുക എന്ന് വെച്ചാൽ എന്താ? വേക്കപ്പ്. അപ്പോൾ ഇവിടെ ഉണർന്നു എന്നാണ്. അപ്പോൾ നമുക്ക് പാസ്റ്റ് ഫോം ആക്കി എഴുതാം. ഈ വേക്കപ്പിനെ പാസ്റ്റ് ഫോം ആക്കാം. ഇപ്പോൾ ചുറ്റിക്കറങ്ങി. ഈ ചുറ്റിക്കറങ്ങി എന്ന് നമുക്ക് എങ്ങനെ പറയാം? സർക്കിൾ നമ്മൾ പറയില്ലേ, ചുറ്റിക്കറങ്ങി റൗണ്ടിൽ വരയ്ക്കുന്ന സർക്കിൾ എന്നല്ലേ പറയണേ. പിന്നെ എന്താ പറയണേ? ഓടാൻ തുടങ്ങി. ഓടുക എന്ന് വെച്ചാൽ എന്താ? റൺ. തുടങ്ങുക. തുടങ്ങി എന്ന് വെച്ചാൽ എന്താ? തുടങ്ങുക, സ്റ്റാർട്ട്. തുടങ്ങി എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിൻ്റെ പാസ്റ്റ് ഫോം എഴുതണം നമുക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നായ ഉണർന്ന് ചുറ്റിക്കറങ്ങി ഓടാൻ തുടങ്ങി. തുടങ്ങി. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് എഴുതാൻ നോക്കാം. ദ ഡോഗ്. അപ്പോൾ ഉണർന്നു. അപ്പം ഉണരുക എന്ന് വെച്ചാൽ വേക്കപ്പ്. അപ്പം ഉണർന്നു എന്നായിട്ട് നമ്മൾ അതിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതുന്നു. വോക്കാക്കി. വോക്കപ്പ്, വോക്കപ്പ്. ദ ഡോഗ് വോക്കപ്പ് ആൻഡ്
ഓടാൻ തുടങ്ങി. അപ്പം നമുക്ക് എങ്ങനെയായിരുന്നു? സ്റ്റാർട്ടഡ് ഓടുക എന്ന് വെച്ചാൽ റൺ എന്നാണ്. സ്റ്റാർട്ടഡ് റണ്ണിങ്. അപ്പം സ്റ്റാർട്ടഡ് റണ്ണിങ് എങ്ങനെയാണ്? ചുറ്റിക്കറങ്ങിയാണ് ഓടാൻ തുടങ്ങിയത്. അപ്പം നമുക്ക് ഈ ചുറ്റിക്കറങ്ങിയതിന് നമുക്ക് എഴുതാം സ്റ്റാർട്ടഡ് റണ്ണിങ് ഇൻ സർക്കിൾസ് എന്ന് എഴുതാം. നമ്മൾ എഴുതി. നായ ഉണർന്ന് ചുറ്റിക്കറങ്ങി ഓടാൻ തുടങ്ങി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതി? ദ ഡോഗ് വോക്ക് അപ്പ് ആൻഡ് സ്റ്റാർട്ടഡ് റണ്ണിങ് ഇൻ സർക്കിൾസ്. നായ ഉണർന്ന് ചുറ്റിക്കറങ്ങി ഓടാൻ തുടങ്ങി. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ വേക്കിൻ്റെ പാസ്റ്റ് ഫോമാണ് ഇവിടെ എഴുതി വോക്ക്. അപ്പം വേക്കപ്പ് എന്നുള്ളത് നമ്മൾ വോക്കപ്പ് എന്നായി. പിന്നെ നമ്മൾ എന്താ സ്റ്റാർട്ടിനെയും പാസ്റ്റ് ഫോം ആക്കി. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ തുടങ്ങുക. അപ്പോൾ തുടങ്ങി എന്നായതുകൊണ്ട് സ്റ്റാർട്ടഡ് യൂസ് ചെയ്ത് അതും ഒരു പാസ്റ്റ് ഫോം ആക്കി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എഴുതിയേ. അപ്പം ദ ഡോഗ് വോക്ക് അപ്പ് ആൻഡ് സ്റ്റാർട്ടഡ് റണ്ണിങ് ഇൻ സർക്കിൾസ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, വൃന്ദ നനഞ്ഞ നിലത്തിൽ താഴെ വീണു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നനഞ്ഞ നിലം. നനഞ്ഞെന്ന് വെച്ചാൽ എന്താ? വെറ്റ്. അപ്പം നനഞ്ഞ നിലത്തിന് നമുക്ക് ഫ്ലോർ എന്ന് പറയാം, ഗ്രൗണ്ട് എന്ന് പറയാം. താഴെ വീഴുക. അപ്പം താഴെ എന്ന് പറഞ്ഞാൽ എന്താ? നെക്സ്റ്റ് പോയിന്റ്, വൃന്ദ വെള്ളത്തിൽ വഴുതി നിലത്ത് വീണു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പം വഴുതി എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയാം? സ്ലിപ്പ്. വഴുതി പോയി എന്നൊക്കെ നമ്മൾ പറയല്ലേ, സ്ലിപ്പായി പോയി. അപ്പം നിലം എന്ന് പറഞ്ഞാൽ ഫ്ലോർ. വീഴുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഫെൽ ഡൗൺ. വീണു എന്നാണ്. അപ്പോൾ നമുക്ക് ഫെൽ ഡൗൺ എന്ന് എഴുതാം. വീഴുക എന്നുള്ളത് നമുക്ക് ഫാൾ ഡൗൺ ആണ്. അപ്പോൾ ഇവിടെ വീണു എന്നായതുകൊണ്ട് നമ്മൾ ഫാളിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതണം. വൃന്ദ വെള്ളത്തിൽ വഴുതി നിലത്ത് വീണു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വൃന്ദ സ്ലിപ്ഡ്. വഴുതി എന്നുള്ളതിന് സ്ലിപ്ഡ്. വൃന്ദ സ്ലിപ്ഡ് വെള്ളത്തിൽ വഴുതി എന്നാണ്. അപ്പം വൃന്ദ സ്ലിപ്ഡ് ഇൻ ദ വാട്ടർ. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വൃന്ദ സ്ലിപ്ഡ് ഇൻ ദ വാട്ടർ ആൻഡ് വൃന്ദ വെള്ളത്തിൽ വഴുതി നിലത്ത് വീണു. ആൻഡ് അപ്പം ഫാൾ ഡൗൺ നമുക്ക് പറയാം. ഇതിൻ്റെ ഓൾറെഡി വീണ് കഴിഞ്ഞു. അപ്പം നമ്മൾ ഫാളിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് നമ്മൾ ഫെല്ലാണ് എഴുതാൻ പോണേ. ഫെൽ ഡൗൺ ഓൺ ദ ഫ്ലോർ. അപ്പം നിലം എന്നുള്ളത് നമുക്ക് ഇവിടെ ഫ്ലോറിന്ന് എഴുതാം. ഓൺ ദ ഫ്ലോർ. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? വൃന്ദ വെള്ളത്തിൽ വഴുതി നിലത്ത് വീണു. അപ്പം നമുക്ക് എങ്ങനെ എഴുതിയത്? വൃന്ദ സ്ലിപ്ഡ് in the water and fell down on the floor. വൃന്ദ സ്ലിപ്ഡ് ഇൻ ദ വാട്ടർ ആൻഡ് ഫെൽ ഡൗൺ ഓൺ ദ ഫ്ലോർ. നമുക്ക് ഒന്നിച്ചൊന്നും കൂടെ പറയാം. വൃന്ദ വെള്ളത്തിൽ വഴുതി നിലത്ത് വീണു. വൃന്ദ സ്ലിപ്ഡ് ഇൻ ദ വാട്ടർ. വെള്ളത്തിൽ വഴുതി. സ്ലിപ്ഡ് ഇൻ ദ വാട്ടർ ആൻഡ് ഫെൽ ഡൗൺ ഓൺ ദ ഫ്ലോർ. നിലത്ത് വീണു ആൻഡ് ഫെൽ ഡൗൺ ഓൺ ദ ഫ്ലോർ. അപ്പം നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചായിരുന്നു ഈ ഫെല്ലിൻ്റെ 3 ഫാൾ നമ്മൾ പഠിച്ചില്ലേ. അപ്പം ജസ്റ്റ് അതും കൂടെ ഞാൻ ഇവിടെ എഴുതിയേക്കാം. The forms fall, fell, fallen. അപ്പം ഇതാണ് 3 ഫോംസ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് നമ്മൾ സെക്കൻഡ് ഫോമാണ് എഴുതിയിരിക്കുന്നത്, ഫെൽ. കേട്ടോ, ഫാൾ ഡൗൺ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഫോമാണ്. ഫെല്ലാണ് നമ്മളിവിടെ, ഫെൽ ഡൗൺ എന്നാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, മിയ അവളെ സഹായിക്കാൻ ശ്രമിച്ചു, പക്ഷേ അവളും വീണു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അപ്പം അവളെ എന്ന് പറഞ്ഞാൽ ഹെർ. അവൾ എന്ന് വെച്ചാൽ എന്താ? ഷീ. ഇവിടെ അവളെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽപ്പ്. ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ട്രൈ. ഇപ്പോൾ ഇവിടെ ശ്രമിച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ ട്രൈയുടെ പാസ്റ്റ് ഫോം എഴുതണം. പക്ഷേ അവളും വീണു. അപ്പോൾ വീഴുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? വീഴുകയുടെ പ്രസൻറ്റ് ഫോം എന്ന് പറയുന്നത് നമ്മുടെ ഫാൾ എന്ന് പറയും. അപ്പോൾ ഇവിടെ വീണു എന്നാണ്. അപ്പോൾ നമ്മുടെ ഫാളിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം ഇംഗ്ലീഷിൽ. മിയ അവളെ സഹായിക്കാൻ ശ്രമിച്ചു, പക്ഷേ അവളും വീണു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മിയ അപ്പം ശ്രമിച്ചു എന്ന് വെച്ചാൽ എന്താ? ട്രൈഡ്. അപ്പം നമ്മളിവിടെ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ട്രൈ എന്നാണ്. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നത് ശ്രമിച്ചു എന്നാണ്. അപ്പം നമ്മൾ ട്രൈയുടെ പാസ്റ്റ് ഫോം നമുക്ക് എഴുതാം. പാസ്റ്റ് ഫോം ട്രൈഡ്. മിയ ട്രൈഡ്. പിന്നെ എന്താ നമ്മൾ എഴുതാൻ പോണത്? നെക്സ്റ്റ് പോയിന്റ്, അവർ 2 പേരും കുറേ ചിരിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. അവർ എന്ന് വെച്ചാൽ ദേ. 2 പേരും നമുക്ക് പറയാം ദേ ബോത്ത്, അല്ലെങ്കിൽ ബോത്ത് ഓഫ് ദം.
അപ്പോൾ ചിരിക്കുക എന്ന് പറഞ്ഞാൽ സ്മൈൽ അല്ലെങ്കിൽ ലാഫ്. അപ്പോൾ ഇവിടെ ചിരിച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ ലാഫിൻ്റെ പാസ്റ്റ് ഫോം ആക്കി എഴുതണം. അവർ രണ്ടുപേരും കുറേ ചിരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ദേ ബോത്ത്. അപ്പം ചിരിക്കുക എന്ന് വെച്ചാൽ എന്താ, ലാഫ്. അപ്പം ഇവിടെ ചിരിച്ചു എന്നാണ്ട് നമ്മൾ ലാഫിനെ പാസ്റ്റ് ഫോം ആക്കുന്നു, ലാഫ്ഡ്. ദേ ബോത്ത് ലാഫ്ഡ് എ ലോട്ട്. ദേ ബോത്ത് ലാഫ്ഡ് എ ലോട്ട്. അവർ രണ്ടുപേരും കുറേ ചിരിച്ചു. ദേ ബോത്ത് ലാഫ്ഡ് എ ലോട്ട്. ദേ ബോത്ത് ലാഫ്ഡ് എ ലോട്ട്. അപ്പം ഇവിടെ ഇതൊരു ഇത് നിങ്ങൾക്ക് ഈ ഒരു സെൻറ്റൻസ് ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യമാണ്. അവർ രണ്ടുപേരും കുറേ ചിരിച്ചു. അപ്പം ഈ ഒരു സെൻറ്റൻസ് നമ്മൾ പാസ്റ്റ് ഫോം ആക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ഒരു ചേഞ്ച് വരുത്തിയിട്ട് നമ്മൾ ലാഫ്ഡ് ആക്കി മാറ്റി. ലാഫ്ഡിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കി ED ആഡ് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി. അപ്പം നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവർക്ക് ചിരി നിർത്താൻ കഴിഞ്ഞില്ല. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവർക്ക് എന്ന് വെച്ചാൽ എന്താ, ദേ, ചിരി, ലാഫ്. നിർത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് എന്ന് പറയാം. പിന്നെന്താ, കഴിഞ്ഞില്ല. അപ്പം നമ്മൾ പറയത്തില്ലേ, എനിക്കത് കഴിയുമെന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം. നമ്മൾ ക്യാൻ യൂസ് ചെയ്തിട്ടല്ലേ പറയണേ. ഐ ക്യാൻ ഡു, എനിക്കത് കഴിയും, ഐ ക്യാൻ ഡു ദാറ്റ് നമുക്ക് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞില്ല എന്നാണ് പറയണത്. അപ്പം ഈ ക്യാനെ നമ്മൾ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, കാണ്ട് നമുക്ക് ചേർത്ത് പറയാം. കഴിയുന്നില്ല ഒരു പ്രസൻറ്റ് ഫോം ആണെങ്കിൽ. അവർക്ക് ചിരി നിർത്താൻ കഴിയുന്നില്ല, അപ്പോൾ അതൊരു പ്രസൻറ്റ് ഫോം ആയിരിക്കും. ഇവിടെ കഴിഞ്ഞില്ല എന്നാണ്. അപ്പം അവർക്ക് ചിരി നിർത്താൻ കഴിയുന്നില്ല, അപ്പോൾ നമുക്ക് കാണ്ട് യൂസ് ചെയ്തിട്ട് പറയാം, കാണ്ട്. അപ്പം ഇവിടെ ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്. അവർക്ക് ചിരി നിർത്താൻ കഴിഞ്ഞില്ല, അപ്പം കഴിഞ്ഞു പോയ ഒരു കാര്യമാണ് പറയുന്നത്. ഇപ്പം കഴിയുന്നില്ല, അവർക്ക് ചിരി നിർത്താൻ കഴിയുന്നില്ല, അതൊരു പ്രസൻറ്റ് ഫോമാണ്. അപ്പോൾ നമ്മൾ ക്യാനെ നമ്മൾ കഴിയുന്നില്ല എന്നുള്ളതിന് നമ്മൾ കാണ്ട് യൂസ് ചെയ്തിട്ട് കഴിയുന്നില്ല നമുക്ക് ഉപയോഗിച്ച് എഴുതാം. പക്ഷേ ഇവിടെ ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യാനിൻ്റെ പാസ്റ്റ് ഫോം നമുക്ക് എടുക്കണം. ക്യാനിൻ്റെ പാസ്റ്റ് ഫോം എന്താ, ഞാൻ എഴുതി കഴിഞ്ഞിട്ട് പറയുന്നതാണ് നല്ലതെന്ന്. ജസ്റ്റ് കുഴപ്പമില്ല, ഞാൻ ഇപ്പോൾ പറയാം. അപ്പം ക്യാനിൻ്റെ പാസ്റ്റ് ഫോം എന്താ, കുഡ്. അപ്പം നമ്മൾ കുഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാൻ നോക്കാം. അവർക്ക് ചിരി നിർത്താൻ കഴിഞ്ഞില്ല, നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവർക്ക്, അപ്പം ദേ, അപ്പം പിന്നെന്താ നമ്മൾ എഴുതാൻ പോണത്. അപ്പം ഞാൻ പറഞ്ഞു കുഡ് യൂസ് ചെയ്തിട്ട് എഴുതാമെന്ന്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ദേ കുഡിൻറ്റ് സ്റ്റോപ്പ്. അപ്പം നിർത്തുക എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റോപ്പ്. ദേ കുഡിൻറ്റ് സ്റ്റോപ്പ് ലാഫിങ്. അപ്പം അവർക്ക് ചിരി നിർത്താൻ കഴിഞ്ഞില്ല, ദേ കുഡിൻറ്റ് സ്റ്റോപ്പ് ലാഫിങ്. അപ്പം നിങ്ങൾ വിചാരിക്കും, അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു കുഡിൻറ്റ് എന്താ നമ്മൾ എഴുതിയത്. കാര്യം ഈ കുഡിൻറ്റ് എന്ന് പറയുന്നത് ക്യാനിൻ്റെ പാസ്റ്റ് ഫോമാണ് കുഡ്. അപ്പം അത് നമ്മൾ ഓൾറെഡി ഈ സെൻറ്റൻസ് നമുക്ക് അറിയാം, കഴിഞ്ഞു പോയ കാര്യമാണ്. അവർ ചിരി നിർത്താൻ കഴിഞ്ഞില്ല, അപ്പം അതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുഡ് യൂസ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ചിലവർ വിചാരിക്കും ദേ കാണ്ട് സ്റ്റോപ്പ് ലാഫിംഗ് എന്ന് പറഞ്ഞാൽ പോരെയെന്ന്. പക്ഷേ ഈ കാണ്ട് എഴുതുമ്പം ഒരു പ്രസൻറ്റ് ഫോം ആയിരിക്കണം. അവർക്ക് ചിരി നിർത്താൻ കഴിയുന്നില്ല എന്നായിരുന്നെങ്കിൽ നമുക്ക് കാണ്ട് യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ അവർക്ക് ചിരി നിർത്താൻ കഴിഞ്ഞില്ല, അത് ഒരു കഴിഞ്ഞു പോയ കാര്യമാണ് പറയണത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്യാനിൻ്റെ പാസ്റ്റ് ഫോം കുഡ് എഴുതിയത്. ദേ കുഡിൻറ്റ് സ്റ്റോപ്പ് ലാഫിംഗ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. നമ്മൾ കുറേ പറഞ്ഞിട്ട് നമുക്ക് തന്നെ കൺഫ്യൂസ് തോന്നും, ഇതും കൂടെ അല്ലേ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഒരു ടോപ്പിക്കിനെ പറ്റി കൂടുതൽ നീട്ടാത്തത്. പക്ഷേ ഇത് ഇച്ചിരി നീണ്ടുപോയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം മനസ്സിലായി കാണും തോന്നുന്നു. ഇപ്പോൾ ഇതാണ് നമ്മുടെ കഥയുടെ ലാസ്റ്റ് പോയിൻ്റ്. അപ്പം നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.